ഇന്ന് ഈ ആഘോഷത്തിൽ വളരെ ചെറിയൊരു സന്ദേശം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ താല്പര്യപ്പെടുന്നത്. അതിൽ സ്പിരിച്വൽ തിയോളജി, ആത്മീയ ദൈവശാസ്ത്രം എന്നൊരു തലമുണ്ട്. The spiritual theology teaches us 3 levels of spirituality. 3 തലത്തിലുള്ള ആത്മീയതയുണ്ട്. The first level is lower level of spirituality, the lower level. ഏറ്റവും താഴ്ന്ന ആത്മീയത, താഴ്ന്ന നിലയിലുള്ള ആത്മീയത. What are the examples of the lower level of spirituality? നമുക്ക് നമ്മെ തന്നെ ഇന്ന് we can just evaluate ourselves. The lower level of spirituality എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ദൈവത്തിൻ്റെ അടുക്കൽ വരിക, പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്കിത് തരണമേ, ഗിവ് മീ, ഹെൽപ്പ് മീ, ഐ എം സിക്ക്, ഐ ജസ്റ്റ് വാണ്ട് യു ഹെൽപ്പ് മീ. അതിന് നമ്മൾ നൊവേന കഴിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കുർബാന ചെല്ലിക്കുന്നു. അതായത് എന്തെങ്കിലും ആവശ്യം നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ പക്കൽ വരുന്നതാണ് the lower level of spirituality. ഇനി മീഡിയം ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി ഉണ്ട്, മീഡിയം ലെവലിൽ ഇക്കൂട്ടര് ആദ്യത്തിൽ നിന്നും അല്പം ഉയർന്നാണ് നിൽക്കുന്നത്. അവരുടെ പ്രത്യേകത, അവർ കുറച്ചും കൂടെ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. They want to know more about God. And therefore, they will read the gospel or they will read the Bible. വിശുദ്ധ ഗ്രന്ഥമൊക്കെ പഠിക്കും ഇടയ്ക്കൊക്കെ. പിന്നെ റിട്രീറ്റിനൊക്കെ പോകും. കുറച്ചും കൂടെ ദൈവത്തിനെ അറിയുവാനും പഠിക്കുവാനും ആഗ്രഹമുള്ളവർ, പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ അവർ താല്പര്യമുള്ളവരാണ്. ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്, ഒരു മിഡിൽ ലെവൽ സ്പിരിച്വാലിറ്റി. പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരിതൊക്കെ ചിലപ്പം വിട്ടേച്ചു പോകും. ദൈവവും ഇല്ല, പള്ളിയില്ല. ചിലപ്പോൾ ഭയങ്കര താല്പര്യമാണ്, കൈക്കാരനാവുന്നു, കമ്മിറ്റിക്കാരനാവുന്നു, പള്ളിയോട് ചേർന്ന് നിൽക്കുന്നു. ഇതൊക്കെ ഒരു മിഡിൽ ലെവലിലാണ്. ഇനി തേർഡ് ലെവൽ, ദ ഹയസ്റ്റ് ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി ഉണ്ട്. ഹയസ്റ്റ് ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റിയിൽ they walk with God. അവർ ദൈവത്തോട് കൂടെ നടക്കുവാൻ ഇഷ്ടപ്പെടുന്നു. They want to do the will of God. ദൈവം അവർക്ക് എന്ത് കൊടുത്താലും, സന്തോഷം കൊടുത്താലും, വിഷമം കൊടുത്താലും, പ്രയാസം കൊടുത്താലും, രോഗം കൊടുത്താലും, they are very happy. അവർ ഹാപ്പി ആയിരിക്കുമ്പോഴും ഹാപ്പിയാണ്, സന്തോഷത്തിൽ ഹാപ്പിയാണ്. അതേപോലെ തന്നെ they are very happy when they are very sad. അവർ വിഷമം വരുമ്പോൾ, when they suffer, അവർ വളരെ ഹാപ്പി ആയിരിക്കും. കാരണം they always think that they are walking with God and God is walking with them. ദൈവം അവരുടെ കൂടെയുണ്ട്. അവർക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. ഞാൻ ഈ 3 ലെവലിലുള്ള സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നൊന്ന് ചിന്തിക്കുന്നതല്ലാണ്. ഇന്ന് നാം ഇവിടെ അനുസ്മരിക്കുന്ന വിശുദ്ധ അൽഫോൻസാമ ദ ഹയസ്റ്റ് ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി, 3ാമത്തെ തലത്തിലുള്ളവരാണ്. അതായത് വിഷമം വന്നപ്പോഴും താങ്ക് ഗോഡ്, thank you God for this suffering, thank you God for this pain. നീ വേദന തന്നതിൽ എനിക്ക് സന്തോഷം, ഇനി എനിക്ക് വേദന തന്നോളൂ, ഐ എം വെരി ഹാപ്പി. ഇതാരാ പറഞ്ഞെന്നറിയാമോ? എന്നെയും നിങ്ങളെയും പോലുള്ള ഒരു സാധാരണക്കാരിയായ ഒരു പാലാക്കാരി. ഓർത്തു നോക്കുക,
It is not impossible, it is possible for us. ദൈവം നമുക്ക് വിഷമം തരുമ്പോഴും സന്തോഷം തരുമ്പോഴും, ഓ ഗോഡ്, യു ആർ വിത്ത് മീ, യു ആർ വിത്ത് മീ, നീ എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നും ഭയപ്പെടാനില്ല. ഇത് വലിയൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. അതായത് everyone is supposed to follow the third level of spirituality. നമുക്ക് സാധ്യമാണ്. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ us. ഇനി രണ്ട് കൂട്ടരെ ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. ചിലർക്ക് ഇതൊക്കെ ആണെങ്കിലും when they face a problem, when they face suffering or pain, അവർ കംപ്ലീറ്റ്ലി അപ്സെറ്റായി പോകും. കാര്യമൊക്കെ ശരിയാ. അപ്പോൾ അവരെ ഉപമിക്കുന്ന ഒരു ഉപമയുണ്ട്. They are just like clay pot dropped on the floor. നമുക്കറിയാം, നല്ല മൺകുടം. ഓക്കെ, മൺകുടത്തിന് എന്ത് സംഭവിക്കും? അത് തറയിലോട്ട് വീണ് കഴിഞ്ഞാൽ they will be broken into pieces. പല കഷ്ണമായിട്ട് ചെതറിപ്പോവും. ഇതാണ് ചിലർക്ക് പ്രോബ്ലം വന്നാലുള്ള പ്രശ്നം. When they face pain, difficulties, adversities of life, they will be upset and they will be broken into pieces. ഇങ്ങനെയുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. അവരെങ്ങനെയാണെന്നറിയോ ഫേസ് ചെയ്യുക? അവരെ ഉപമിക്കുന്നത് ദി ഗോൾഡ് ഇൻ ദി ഫ്ലെയിം. അതായത് ഈ സ്വർണം നമുക്കറിയാം, ഓരോ പ്രാവശ്യവും അതിനെ കൂടുതൽ തിളക്കുന്നത്, അതിനെ ഗ്ലിറ്റർ ചെയ്യിക്കുന്നത് ഓരോ പ്രാവശ്യവും തീയിൽ ഇട്ടിട്ടാണ്. സ്വർണത്തിൻ്റെ കളർ എപ്പോൾ പോകുമ്പോഴും ഗോൾഡ് സ്മിത്ത് ചെയ്യുന്നത് അതിനെ വീണ്ടും തീയിലിട്ട് ഉരുക്കും. അപ്പോൾ വീണ്ടും ദാറ്റ് വിൽ ഗ്ലിറ്റർ, ദാറ്റ് വിൽ ഷൈൻ. അപ്പോൾ ചിലരിങ്ങനെയാണ്. പ്രോബ്ലം വരുമ്പോൾ ദേ ആർ വെരി ഹാപ്പി, ദേ ആർ വെരി കോൺഫിഡൻറ്റ്, റെസിലിയൻറ്റ്. അപ്പോൾ അൽഫോൻസാമ്മ നമ്മളെ കാണിച്ചു തന്നത് രണ്ടാമത്തെ രീതിയാണ്. ഈ സ്വർണം പോലെയാണ്. ഓരോ പ്രാവശ്യവും തീയിലിട്ട് ഈ സഫറിങ്ങിലൂടെ കടത്തിപ്പോകുമ്പോഴും അൽഫോൻസ സ്മൈൽഡ്. അൽഫോൻസാമ്മ ചിരിച്ചുകൊണ്ടിരുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു. ഓ ലോർഡ്, യു ലവ് മീ. നീ എന്നെ സ്നേഹിക്കുന്നു. ഓരോ പ്രാവശ്യവും അതിങ്ങനെ വെട്ടിത്തിളങ്ങുകയായിരുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കുക. ജസ്റ്റ് തിങ്ക് അബൌട്ട് അവർ സെൽസ്. നമ്മൾ ഈ ക്ലേ പോട്ട് പോലെയാണോ, അതെയോ ഈ ഗോൾഡ് ഇൻ ദ ഫയർ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അൽഫോൻസ് നമ്മളോട് പറയുന്നത് ഇതുപോലെയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ കയ്യിലില്ല ഈ സ്വർണ്ണമണി പോലെയാണ് നമ്മൾ. ദൈവം നമ്മളെ ഉരുക്കും. അപ്പോൾ ഇതിന്ന് പലപ്പോഴും നമ്മളിങ്ങനെ ഈ സഫറിങ്ങിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ അത് നമ്മളെ തളർത്തിക്കളയും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കൊച്ചുകുട്ടി, അവനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, ദി മെറ്റമോർഫോസിസ്, ഹൗ എ കാറ്റർപില്ലർ ബിക്കംസ് എ ബട്ടർഫ്ലൈ. അവനെ ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്യൂപ്പ, ഒരു കൊക്കൂണിൽ അതിനകത്തൊരു കാറ്റർപില്ലറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ കൊക്കൂൺ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ബട്ടർഫ്ലൈ കംസ് ഔട്ട് ആവും. അപ്പോൾ ഇത് കുഞ്ഞിനെ പഠിപ്പിച്ചപ്പോൾ അവനിങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടു കൂടി നോക്കി. വീട്ടിൽ വന്നപ്പോൾ ഗാർഡനിൽ ഒരു ചെറിയ കൊക്കൂൺ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അവന് വലിയ സന്തോഷമായി. So he was observing that particular cocoon. ഈ കൊക്കൂൺ എങ്ങനെയാണ്, ഇതിനുള്ളിലെ കാറ്റർപില്ലർ എങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ ആകുന്നത്, എല്ലാ ദിവസവും പോയി അതിനെ നോക്കും. അപ്പോൾ കണ്ടു, ഒരു ദിവസം the caterpillar broke its cocoon.
അതിൻ്റെ പുറന്തോട് പൊട്ടിച്ചിട്ട് ഈ കാറ്റർപില്ലർ മെല്ലെ ഒരു ബട്ടർഫ്ലൈയുടെ ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. കുറച്ച് ഭാഗമേ പൊട്ടിയുള്ളൂ. അതിനകത്തൂടെ ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഫ്ലാപ്പിംഗ് ഇറ്റ്സ് വിങ്സ്. അതിന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല, പക്ഷെ ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് ഹി ഫെൽ സിമ്പതി ഓൺ ഇറ്റ്. ഇതിങ്ങനെ കഷ്ടപ്പെടുമല്ലേ, പകുതി പുറത്തേക്ക് വന്നു, പക്ഷെ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അവൻ ഓടിച്ചെന്ന് ഒരു സിസർ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അപ്പോൾ ഈ കാറ്റർപില്ലർ, ബട്ടർഫ്ലൈ ആകുന്ന ആ കാറ്റർപില്ലർ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പൊത്തോന്നും പറഞ്ഞ് താഴേക്ക് പോയി. അപ്പം എന്ത് സംഭവിച്ചു? ദാറ്റ് ബിക്കെയിം സോളൻ. അതിൻ്റെ ബോഡി അങ്ങോട്ട് വീർത്തു. പെട്ടെന്നുള്ള ഷോക്കിൽ താഴെ വീണ് അത് കുറച്ചടിച്ച് ചത്തുപോയി. What happened to it? That died. What happened to it? ഇതിൻ്റെ ഫ്ലട്ടറിങ് ഉണ്ടല്ലോ, അതായത് പുറത്തേക്കിറങ്ങുവാനുള്ള ഒരു വെപ്രാളം, ദാറ്റ് വാസ് നോട്ട് സഫറിങ്. അതതിൻ്റെ പ്രോസസ്സാണ്. ബട്ടർഫ്ലൈ ആകാനുള്ള അതിൻ്റെ ചിറകിന് ശക്തിപ്പെടുത്തുവാൻ, അതിൻ്റെ ബോഡി വീക്കനാകുവാൻ വേണ്ടി ദാറ്റ് വാസ് ഫ്ലാപ്പിംഗ്. ആ സ്റ്റേജ് അത് കടന്നു പോകണമായിരുന്നു. ഈ ഒരു ഫ്ലട്ടറിങ് സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമേ ബട്ടർഫ്ലൈ ആകുള്ളൂ. അതിൽ നിന്ന് മാറ്റി ഷോർട്ട് കട്ട് അടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ കൊളാപ്സ്. ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് സഫറിങ് വരുമ്പോഴത്തേക്കും പറ്റില്ല, എങ്ങനെയും രക്ഷപ്പെടണം. നോ, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്. എന്തിനു വേണ്ടി? അത് ബൈബിളിൽ 2 സ്ഥലത്ത് കൃത്യമായി പറയുന്നുണ്ട്. ലാസറിൻ്റെ മരണസമയത്ത്, ലാസർ ഈശോയുടെ വലിയ കൂട്ടുകാരനാണ്. പെങ്ങന്മാർ വിളിച്ചു, മർത്തയും മറിയും പറഞ്ഞു, നീ വരണം, ലാസർ സുഖമില്ല, ഒന്ന് വരണം, സുഖപ്പെടുത്തണം. പക്ഷെ ഈശോ വന്നില്ല കേട്ടോ. ഈശോ മരിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം മരിച്ചു കഴിഞ്ഞ് ഈശോ അവിടെ വരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു? നീ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ മരിക്കില്ലായിരുന്നു. ഈശോ പറഞ്ഞു, അവനെവിടെ കാണിക്കുക. എന്നിട്ട് ഈശോ അവനെ ഉയർപ്പിക്കുന്നുണ്ട്. അതായത് ഈശോ അവരെ സഫറിങ്ങിലൂടെ കടത്തിക്കൊണ്ടുപോയിട്ട് അവനെ ഉയർപ്പിക്കുക. ദൈവപുത്രനോടും ഇങ്ങനെ തന്നെ ചെയ്തത്. കുരിശ കിടന്നുകൊണ്ട് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കി തരാമോ? പക്ഷേ പിതാവായ ദൈവം he became very silent. രക്ഷപ്പെടുത്തിയില്ല, മരിച്ചു കഴിഞ്ഞാണ് 3 ദിവസം കഴിഞ്ഞ് അവനെ ഉയർപ്പിച്ചു. ഇതുപോലെയാണ് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. when we suffer, when we face difficulties, he is with us. he is with us. അതിനുശേഷം ഒരു നല്ല കാലം നമുക്ക് തരും. ഇന്ന് ഞാൻ ഈ പള്ളിയിലേക്ക്, ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ ക്യാൻസറിന് ട്രീറ്റ് ചെയ്തിട്ട് വളരെയധികം വിഷമിച്ച് കഴിഞ്ഞു പോയ ഒരാളെ കണ്ടു. അപ്പോൾ ഒരു സമയം പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ he came back. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സപ്പോർട്ട് അവനെ ശക്തിപ്പെടുത്തി ദൈവം അവനൊരു പുതിയ ജീവൻ നൽകുകയാണ്. ഇറ്റ്സ് ഫ്രം യു. അതുകൊണ്ട് ഡോണ്ട് ബി അഫ്രെയ്ഡ്. നിങ്ങളുടെ സഫറിങ്, വാട്ട് ഓ മേ ബി യുവർ സഫറിങ്, യുവർ പെയിൻ, യുവർ ഡിഫിക്കൽട്ടീസ്, ഗോഡ് വിത്ത് യു. അൽഫോൻസാമ്മ തരുന്ന ഇതാണ് സഹനം. The suffering is not a curse, but that's a prayer, and God will answer to that particular prayer. May God bless you.